അങ്ങനെ ഇന്ന് നമ്മൾ ട്രിപ്പ് പോയിരിക്കുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു ട്രിപ്പ് പോയതാണ്, വേറെ എവിടേക്കല്ല, നമ്മുടെ മലമ്പുഴയ്ക്കാണ്. അപ്പോൾ കുറച്ച് കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ടാണ് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പാട്ടോ. അപ്പോൾ മലമ്പുഴയിൽ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ റൈഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. പണ്ട് ചെറുപ്പത്തിലേ ഒരു ട്രിപ്പ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടർലയിലാണ്. അപ്പോൾ അന്ന് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ കുറേ റൈഡുകൾ പോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ അന്ന് അത്രയും റൈഡിൽ കയറാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടെ കുറേ റൈഡുകളിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ട്രിപ്പിനൊന്നും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോവാറില്ല. മൂന്നാർ അതുപോലെ തന്നെ നെല്ലിയാമ്പതി അങ്ങനെയൊക്കെ ആട്ടോ പോകുന്നത്. റൈഡുകളുള്ള ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഒരു സ്നേക്ക് പാർക്കിലും കൂടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതോ ഒരു സ്ഥലം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ഇവിടേക്ക് തന്നെയാണ്, മലമ്പുഴയോട്ട് തന്നെയാണ് വന്നത്. പിന്നെ ഫിഷിൻ്റെ ഒരു സ്ഥലത്ത് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകണം. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ എത്തി. രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടോ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 10:15 ആ സമയമായിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലഞ്ചും കൂടെ നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് റൈഡുകളിലൊക്കെ കയറിയിട്ട് ശേഷം കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു റൈഡുകളിലൊക്കെ കയറാൻ പറ്റിയിട്ടോ. കാരണം ഇവിടെ കുറേ റൈഡുകളുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ വിചാരിച്ചു അധികം റൈഡുകളൊന്നും ഉണ്ടാവില്ല എന്ന് മലമ്പുഴയിൽ, പക്ഷേ അത്യാവശ്യം നല്ലോണം റൈഡുകളൊക്കെ ഉണ്ട്. എല്ലാത്തിലും കയറി. അതുപോലെ തന്നെ 3D ഫിലിം ഉണ്ടായിരുന്നു, അപ്പോൾ അതിലും പോയി. അങ്ങനെ അത്യാവശ്യം നമുക്ക് കറങ്ങി നടന്ന് കാണാനുള്ള സംഭവം അതുപോലെ തന്നെ റൈഡുകളൊക്കെ ഇതിലുണ്ട്. പിന്നെ കുറച്ച് റൈഡുകളിലൊക്കെ കയറിയതിന് ശേഷമാണ് വാട്ടറിൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ വാട്ടറിൽ കയറുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു നമ്മളൊരു ഡാൻസ് DJ ഡാൻസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് കേട്ടോ, നമ്മുടെ വണ്ടർലയിലൊക്കെ ഉണ്ടാവും റെയിൻ ഡാൻസ്, അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ DJ ഡാൻസ്. റെയിൻ ഡാൻസ് ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ ഒരു ഹോളാട്ടോ. വണ്ടർലയിൽ പോയപ്പോൾ ഇതുപോലെയായിരുന്നു. കുറച്ച് നേരം റൈഡുകളിൽ കയറിയതിന് ശേഷം ഇതുപോലെ റെയിൻ ഡാൻസിൽ അങ്ങോട്ട് ഇറങ്ങി നനഞ്ഞു. അതോടുകൂടി പിന്നെ ഞങ്ങൾ വാട്ടറിൽ തന്നെയായിരുന്നു കേട്ടോ. ഫുള്ള് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ തന്നെയായിരുന്നു. അത്യാവശ്യം 2-3 സ്ഥലത്തുണ്ടല്ലോ. നമ്മൾ അത്യാവശ്യം ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ചെറുതായിരുന്നു. നമ്മളൊരു 5-ലൊക്കെ പഠിക്കുമ്പോഴാണ് കണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയിരുന്നത്, 5-ലോ 6-ലോ കണ്ട് പഠിക്കുമ്പോൾ. അങ്ങനെ പിന്നെ ഫുള്ള് വെള്ളത്തിൽ തന്നെയായിരുന്നു. അത് കാരണം കുറേ റൈഡുകളിലൊക്കെ മിസ്സായി. കാരണം നമ്മൾ ഈ നനഞ്ഞ കാരണം പിന്നെ ഡ്രസ്സ് മാറിയിട്ട് വേണം അടുത്തതിൽ. റൈഡിലൊന്നും നമുക്ക് ഈ നനഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറേ സമയമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുഞ്ഞു കുട്ടികളാട്ടോ ഡാൻസ് കളിക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളൊക്കെ അവിടെ ഇരുന്നു, ബാക്കിയെല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകണം. അപ്പോൾ അത് ഇവിടെ കുറേ നല്ല തണലൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ഇവിടെ ആട്ടോ ഫാൻറ്റസി പാർക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഭാഗത്ത് പോയി. അത്യാവശ്യം കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കുറേ പിള്ളേരുകളുണ്ടായിരുന്നു. എല്ലായിടത്തുനിന്നും ഇപ്പോൾ ട്രിപ്പ് കൊണ്ടുവരുന്ന ആ ഒരു സമയമാണ്, നമ്മുടെ ജനുവരി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഭാഗത്തോട്ട് നടന്നു പോയിട്ട് മുകളിൽ നിന്ന് നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴാണ് പിള്ളേരൊക്കെ ദേ കളിക്കുന്നുണ്ട്. കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കുറേ പേര്. പിന്നെ ഇവിടുത്തെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും വണ്ടർലാരെ പോലെ തന്നെയാണ് കേട്ടോ. മുകളിൽ ഒരു ബക്കറ്റിൽ വെള്ളം നിറയുമ്പോൾ അതിൻ്റെ താഴെ പോയി നിന്ന് നനയുന്നതൊക്കെ. പിന്നെ ഈ ഏരിയയിൽ കുറച്ച് വെള്ളം കുറവാണ്. ആ സൈഡിലായിട്ട് അത്യാവശ്യം നല്ല പോലെ വെള്ളമുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം കടന്നു. പിന്നെ സ്നേക്ക് പാർക്കാണ് നമ്മൾ പോകുന്ന സ്ഥലം. അപ്പോൾ അതിലേക്ക് എനിക്ക് പോകാൻ വലിയ താല്പര്യമില്ല. സ്നേക്ക് പാർക്ക് എന്ന് നിറയെ സ്നേക്ക് ആയിരിക്കുമല്ലോ. അങ്ങനെ ഏതായാലും പോയി. പിന്നെ ഫിഷിൻ്റെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല കുഞ്ഞു കുഞ്ഞു ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അക്വേറിയംസും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ട്രിപ്പ് അടിപൊളിയായിരുന്നു. അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല കളേഴ്സൊക്കെ ആയിട്ടുള്ള ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് സ്നേക്കിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അവിടേക്കാണ് പോയത് വേഗം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. 8 മുമ്പ് വീട്ടിലെത്തണം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോരുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ. അങ്ങനത്തെ സ്നേക്കിൻ്റെ അടുത്തൊക്കെ പോയി. ഞാൻ അധികം കാണാൻ നിന്നില്ല കേട്ടോ, എനിക്ക് അധികം സ്നേക്കിനെ കാണുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതാനും ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് ഞാനിങ്ങോട്ട് വേഗം പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേഗം ചായയൊക്കെ കുടിച്ച് വേഗം പോകാനുള്ള പ്ലാനിങ് ഒക്കെ ആയി. വേഗം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഒരു വലിയ ഫിഷിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ ഞങ്ങളെല്ലാവരും. കാരണം എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതി എന്നുള്ളതായി തുടങ്ങി ലാസ്റ്റ് ആയപ്പോൾ. അപ്പോൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കടയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വേഗം വീട്ടിലോട്ട് തന്നെ പോയിട്ടോ. കാരണം 6:15 കഴിഞ്ഞു നമ്മൾ ബസ് പുറപ്പെടുമ്പോൾ അവിടെ നിന്ന്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8:45 ആ സമയമൊക്കെ ആയിട്ടുണ്ടാവും വീട്ടിലെത്തുമ്പോൾ. കുറച്ചും കൂടെ നേരത്തെ എത്തണം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് പോരുമ്പോൾ കുറച്ച് ലേറ്റ് ആയത് കാരണം വീട്ടിലെത്താനും വൈകി.